Hi students, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രി ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഓട്ടോമേഷനിലെ ഏകദേശം ലാസ്റ്റ് ടോപ്പിക്കിലൊന്നായ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് സ്കാഡയാണ്. സോ എന്താണ് സ്കാഡ, അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബേസിക് കോൺസെപ്റ്റിൽ പഠിക്കാൻ പോകുന്നത്. സോ ഓൾറെഡി ഈ മൊഡ്യൂളിൽ ഒരു 80% പോർഷൻസ് നമ്മളിപ്പോൾ കവർ ചെയ്തു. ആൻഡ് സീക്വൻസ് കൺട്രോളും PLC, അതിൻ്റെ ആർക്കിടെക്ചർ, വർക്കിംഗ് സ്പെസിഫിക്കേഷൻസും, അതേപോലെ തന്നെ എന്താണ് റിലേ ലാഡർ ലോജിക്, റിലേ ലാഡർ ലോജിക് ഉപയോഗിച്ചിട്ടുള്ള ആൻഡ് ഓർ ഗേറ്റ് റിയലൈസേഷൻ, അതേപോലെ ടൈമേഴ്സും കൗണ്ടേഴ്സും അതിൻ്റെ ബേസിക്സ് 80500 ടൈമേഴ്സും കൗണ്ടേഴ്സും, അതേപോലെ എന്താണ് നമ്മുടെ PLCയിലുള്ള ടൈമേഴ്സും കൗണ്ടേഴ്സും അതിൻ്റെ വർക്കിങ്ങും, ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്കലി സ്കാഡയെ പറ്റിയാണ്. എന്താണ് സ്കാഡ, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കാഡ, ആപ്ലിക്കേഷൻസും അതിൻ്റെ ഫങ്ഷൻസും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സമ്മറിയും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും ലാസ്റ്റ് റെഫറൻസും. ഇനി എന്തിനാണ് നമ്മൾ സ്കാഡയെ പറ്റി പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഓട്ടോമേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ ഇൻ്റർഫേസ് ഏറ്റവും കുറഞ്ഞ ഒരു ഫീൽഡായിരിക്കും. സോ അവിടെ നമുക്ക് ഹ്യൂമൻ ഇൻ്റർഫേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യും. അതിലൊന്നായിട്ടായിരുന്നു നമ്മൾ PLCയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതേപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് സോഫ്റ്റ്വെയർ ആവാം, ഹാർഡ്വെയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആവാം. PLC കുറേ കൂടി ഒരു ഹാർഡ്വെയർ ഓറിയൻറ്റഡ് ആപ്ലിക്കേഷനാണ്. സ്കാഡ പക്ഷേ സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് ആണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻസിനെ പരിചയപ്പെടുക എന്നാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്കാഡ. സ്കാഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ എക്സ്പാൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വസിഷൻ. സോ സ്കാഡയിൽ ഈ സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വസിഷൻ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്നുള്ളത്. ഒന്ന് സൂപ്പർവൈസറി കൺട്രോൾ ചെയ്യുക, അതായത് ആരൊക്കെ അവിടെ കൺട്രോൾ ചെയ്യാനുണ്ട്, അവരുടെ കൺട്രോളിങ് കറക്റ്റ് ആണോ, അവരുടെ ഫങ്ഷൻസ് എല്ലാം കറക്റ്റ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള രീതിയിൽ ഒരു സൂപ്പർവൈസറി കൺട്രോൾ കൊടുക്കാൻ സ്കാഡ ഉപയോഗിക്കും. അതുമാത്രമല്ല ഓരോ ടൈമിലും നടക്കുന്ന പ്രോസസ്സുകളുടെയൊക്കെ ഡേറ്റാസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ അക്വയർ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്കാഡ. ഇത് മെയിൻലി ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. ഇനി ഇതിൻ്റെ ഒരു ഏകദേശം ഇതിൻ്റെ ഒരു വർക്കിംഗ് മെത്തഡോളജി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു വലിയൊരു ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് കൺസിഡർ ചെയ്യുക. അപ്പം ലാർജ് സ്കെയിലുള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുമ്പോൾ അവിടെ ധാരാളം സബ് യൂണിറ്റുകൾ കാണും. ആ ഓരോ സബ് യൂണിറ്റുകളും മാനുഫാക്ചറിങ് വലിയ സ്കെയിലിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകളാണ്. സോ ഈ ഓരോ സബ് യൂണിറ്റുകളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് അവിടെ ഓരോ PLCs ഉണ്ട്. ഈ PLC ആയിരിക്കും ആ എൻറ്റയർ യൂണിറ്റുകൾ. ഇപ്പോൾ സബ് യൂണിറ്റ്, ഒരു സപ്പോസ് ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യുക, അതിലൊരു 4 സബ് യൂണിറ്റുകളുണ്ട്. ABCD എന്നുള്ള 4 സബ് യൂണിറ്റുകളുണ്ട്. സോ A എന്നുള്ള സബ് യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഒരു PLC ഉണ്ടാവും, B എന്നുള്ളൊരു സബ് യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാൻ PLC ഉണ്ടാവും, Cക്കും ഉണ്ടാവും, Dക്കും ഉണ്ടാവും. അപ്പോൾ 4 സബ് യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള PLC ഉണ്ടാവും. കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഹെവി അല്ലെങ്കിൽ ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറെ കൂടെ സ്മൂത്ത് കൺട്രോളിങ് അല്ലെങ്കിൽ കുറെ കൂടെ കൺട്രോളിങ് മെക്കാനിസത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കേണ്ട ഒരു പാർട്ടായിരിക്കും. സോ നമ്മൾ ഈ ഓരോ PLC വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ഓരോ PLCയിലേക്കും ഈ പറയുന്ന പോലെ സെൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഇൻപുട്സുകളുണ്ടാവും, ഫീഡ്ബാക്ക് എലമെൻസിൻ്റെയൊക്കെ ഇൻപുട്സ് ഉണ്ടാവും. ഇതിനെ ബേസ് ചെയ്ത് PLC കൺട്രോളിങ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഓരോ PLC കൺട്രോൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ PLCക്കൊക്കെ മിസ്റ്റേക്സ് വരാം, അല്ലെങ്കിൽ PLC വേണമെങ്കിൽ വർക്കിംഗ് അല്ലാതാവാം, അല്ലെങ്കിൽ PLC പ്രോഗ്രാമിങ്ങിന് എന്തെങ്കിലും എറർ വരാം. ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു സൂപ്പർവൈസറി കൺട്രോളായിട്ട് അവിടെ സ്കാഡയെ അപ്പോയിൻറ്റ് ചെയ്യും. സോ സ്കാഡയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ABCD എന്നുള്ള യൂണിറ്റിൽ കൺട്രോളേഴ്സ് ഉണ്ട്. അവർ കറക്റ്റായിട്ട് ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഓരോ യൂണിറ്റുകളിൽ ചെല്ലുന്ന ഡേറ്റ, ഫീഡ്ബാക്ക് എലമെൻസിൽ നിന്നുള്ള ഡേറ്റ, അതിൽ നിന്ന് കൺട്രോളർ എടുത്ത ലോജിക്ക്, അതുപോലെ കൺട്രോളർ ഫീഡ്ബാക്ക് എലമെൻസിൽ നിന്ന് കിട്ടിയ ഡേറ്റ അനുസരിച്ച് എന്ത് കൺട്രോൾ മെക്കാനിസമാണ് അവിടെ ചെയ്തത്, ഇങ്ങനെയുള്ള ഓരോ സബ് യൂണിറ്റുകളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെക്കാനും ഏബിൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്, സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് സ്കാഡ. സോ ഒരു സൂപ്പർവൈസറി കൺട്രോൾ കൊടുക്കുന്നതിനുപരി ഓരോ യൂണിറ്റുകളിലുള്ള ഡേറ്റയെ ഫുള്ളി അക്വയർ ചെയ്യുകയും അതിനെ സേവ് ചെയ്യുകയും ഇനി നമ്മൾക്ക്, അതായത് ഹ്യൂമൻ എൻഡിൽ അല്ലെങ്കിൽ യൂസറിന് കാണണം എന്നുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് SCADA. ഇനി
SCADA എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു സെൻട്രൽ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമുക്കറിയാം പല കൺട്രോളേഴ്സ് ഉണ്ടാവും. PLC തന്നെ വേണം നിർബന്ധമില്ല. നമുക്ക് ഏത് കൺട്രോളറാണ് അവിടെ നമുക്ക് കൺട്രോളിങ് ആപ്ലിക്കേഷൻ നമുക്ക് ആപ്റ്റായിട്ട് തോന്നിയത്. പല PLC അല്ലാണ്ട് പലതരം കൺട്രോളേഴ്സ് ഉണ്ട്. സോ PLC ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രോളേഴ്സ് ആവാം. ഇനി ഇത് മാത്രമല്ല, പല രീതിയിലുള്ള ഇന്റർഫേസുകൾ അവിടെ കാണും. ഒന്ന് നെറ്റ്വർക്ക് ആയിട്ടുള്ള ഇന്റർഫേസ് ഉണ്ടാവും. അത് വിത്തിൻ ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്ക് ആവാം, അല്ലെങ്കിൽ വേറൊരു ഇൻഡസ്ട്രിയിലായിട്ടോ അല്ലെങ്കിൽ പുറമേ ഉള്ള ഒരു വേൾഡുമായിട്ടുള്ള നെറ്റ്വർക്ക് ഇന്റർഫേസുകൾ വരാം. പിന്നെ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ തന്നെ പല ഇൻപുട്ട് ഔട്ട്പുട്ട് സെക്ഷനുമായിട്ട് കണക്ഷൻസ് ഉണ്ടാവും. പിന്നെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സുമായിട്ട് കണക്ഷൻസ് ഉണ്ടാവും, വേറെ സോഫ്റ്റ്വെയറുകളായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു കൺട്രോൾ സിസ്റ്റം ആയിട്ടായിരിക്കും, ഒരു സെൻട്രൽ കൺട്രോൾ സിസ്റ്റം ആയിട്ടായിരിക്കും SCADA വർക്ക് ചെയ്യുന്നത്. ഇനി SCADA സിസ്റ്റം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർവൈസറി കൺട്രോൾ കൊടുക്കുക. അപ്പോൾ ഒരു സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി നമുക്കറിയാം. അയാളുടെ കീഴിൽ കുറേ ജോലിക്കാരുണ്ടാവും. സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോലിക്കാരും അവരെ ഏൽപ്പിച്ച ജോലിയാണോ ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. ഇനി മോണിറ്റർ ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വ്യത്യസ്തതയോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രോസസ് ആയിരിക്കും ഒരു സൂപ്പർവൈസറിന്. സോ സെയിം ഡ്യൂട്ടിയാണ് ഇവിടെ SCADAയ്ക്ക്. അതായത് ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിക്കോട്ടെ, ഡെവലപ്മെന്റ് യൂണിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആയിട്ടുള്ള എങ്ങനെയുള്ള ഒരു ഓട്ടോമേറ്റഡ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഓരോ സബ് യൂണിറ്റുകൾക്കും കൊടുത്ത ഡ്യൂട്ടീസ് അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാനും, ഇനി അല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സിസ്റ്റംസ് ആണ് SCADA സിസ്റ്റംസ്. ഇനി ഇത് എവിടെ വേണേലും നമ്മൾ പറയുമ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞു, പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞു, ഡെവലപ്മെന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ സെക്ടർ എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്യാസ് ആൻഡ് ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ അവിടെയും SCADA നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇലക്ട്രിക്കൽ പവർ സിസ്റ്റംസിന് വേണമെങ്കിൽ SCADA ഉപയോഗിക്കാം, വാട്ടർ ഡിസ്ട്രിബ്യൂഷനിൽ ഉപയോഗിക്കാം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡുകളിൽ ബസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എയർപോർട്ട് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഏത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലും നമുക്കൊരു സൂപ്പർവൈസറി കൺട്രോൾ കൊടുക്കാനും ഡേറ്റ അക്വിസിഷന് വേണ്ടിയിട്ടും SCADA യൂസ് ചെയ്യാം. ഇനി ഈ ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ചെറിയൊരു ഐഡിയ തരികയാണ് SCADAയെ പറ്റി. അപ്പോൾ SCADA എന്ന് പറഞ്ഞ ഒരു സെൻട്രൽ കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ട് യൂണിറ്റുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഒരു PLC 1 എന്നുള്ള യൂണിറ്റ്, PLC 2 എന്നുള്ള യൂണിറ്റ്. സോ PLC 1 എന്ന യൂണിറ്റിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്ലോ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പമ്പ് ഉണ്ടാവും, പമ്പിനെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസം ഉണ്ടാവും. സോ PLC ഈ പമ്പിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ പമ്പിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യുക, അതിനനുസരിച്ച് ഫ്ലോ അവിടെ റെഗുലേറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ PLC 2 എന്നുള്ള യൂണിറ്റ് അവിടെ വാൽവിനെ കൺട്രോൾ ചെയ്യുക. അവിടെ നമുക്ക് വേണ്ടത് ഫ്ലോയുടെ അല്ലെങ്കിൽ അവിടെ എന്ത് ലിക്വിഡ് ആണോ അതിന്റെ ലെവലിനെയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഓരോ സെക്ഷനിൽ ഓരോ കൺട്രോളിങ് നടക്കുന്നുണ്ട്. ഈ കൺട്രോൾ എല്ലാം കറക്റ്റ് ആണോ, അതായത് നമുക്ക് വേണ്ട രീതിയിൽ ഔട്ട്പുട്ടിലേക്ക് ഈ PLC 1ഉം PLC 2ഉം ഇങ്ങനെ ധാരാളം PLCകൾ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നമുക്ക് വേണ്ട രീതിയിൽ അവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇതിനെ മൊത്തത്തിൽ നോക്കി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് SCADAയുടെ ഡ്യൂട്ടി. അപ്പോൾ അത് ഫ്ലോ കൺട്രോൾ ആവാം, ഇനി അല്ല എന്തെങ്കിലും മീറ്റേഴ്സ് ഓരോ ഫ്ലോയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫ്ലോ റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റേഴ്സ് ചെക്ക് ചെയ്യാം, ഇനി സെൻസറെ ചെക്ക് ചെയ്യാം. ഇതെല്ലാം SCADAയുടെ ഡ്യൂട്ടിയാണ്. ഈ ഓരോ PLCയിൽ നിന്നുള്ള ഡേറ്റ എടുത്തിട്ട് അതെല്ലാം കറക്റ്റായിട്ട് എന്തെങ്കിലും ഫ്ലോയ്ക്ക് വ്യത്യാസം ഉണ്ടായോ, അതിന് PLC കൺട്രോൾ ചെയ്തോ, അല്ലെങ്കിൽ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം വന്നപ്പം PLC 2 അതിനെ കൺട്രോൾ ചെയ്തോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് SCADAയാണ്. സോ മെയിൻ ആയിട്ട് നമ്മൾക്ക് ഇവിടെ SCADA പോലത്തെ സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹ്യൂമൻ ഇന്റർവെൻഷൻ കുറയ്ക്കാനാണ്. നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ആദ്യമേ നമ്മൾ തുടങ്ങി. നമ്മൾ ആദ്യം ഇൻസ്ട്രുമെന്റേഷന്റെ ബേസിക്സ് പഠിച്ചു. അതിൽ എന്താണ് ഓരോ സബ് യൂണിറ്റ്, സെൻസർ എന്താണ്, ആക്ച്വേറ്റർ എന്താണ്, വാൽവ്സ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ യൂണിറ്റുകളെയും പഠിച്ചു. ഇവരെ എല്ലാം ഏകീകരിക്കുന്ന PLC എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി ഈ PLC എല്ലാം ചെയ്യുന്നത് കറക്റ്റ് ആണോ, അതുപോലെ ഈ ഓരോ സബ് യൂണിറ്റുകൾ തൊട്ട് അതിന് താഴെയുള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ വരെ ഫംഗ്ഷൻ ചെയ്യുന്ന പ്രോപ്പർ ആണോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ SCADA. അപ്പോൾ എന്തുകൊണ്ടാണ് SCADA യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ലാർജ് സ്കെയിലുള്ള ഇൻഡസ്ട്രിയിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ പല രീതിയിലുള്ള പ്രോസസ്സ് ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം നമുക്കൊരു ഏബിൾ ആയിരിക്കും, ഒരു 3-4 ടാസ്കുകൾ അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്പർ ഓഫ് പ്രോസസ്സ് അറ്റ് എ ടൈം നടക്കുക, അതിനെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെക്ടിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് മാത്രമല്ല ഓരോ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓരോ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഓരോ ഡിവൈസുകൾ തരുന്ന ഔട്ട്പുട്ട് ഓരോ രീതിയിലായിരിക്കും. സോ ഇവരെല്ലാം നമുക്ക് അറ്റ് എ ടൈം നമുക്ക് അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഹ്യൂമൻ ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ച് ഇതിനെ അനലൈസ് ചെയ്ത് ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ വളരെ മെനക്കെട്ടൊരു ജോലിയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ
SCADA സിസ്റ്റംസിന് ഉപയോഗിക്കുന്നത്. SCADAയിലാകുമ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ സെൻസറിൽ നിന്നുള്ള ഡേറ്റയും, അത് എത്ര റിമോട്ട് ലൊക്കേഷനിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ പോലും അതിലെ ഡേറ്റ അക്വയർ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് അത് അക്വയർ ചെയ്ത ഡേറ്റകൾ കറക്റ്റായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഡേറ്റ കറക്റ്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും PLC അതിന് എന്ത് മെഷർമെൻ്റ് ആണ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് ആ ഡേറ്റ കറക്റ്റ് ചെയ്യാൻ എടുത്തതെന്നുള്ളത് എടുക്കാം. അതുമാത്രമല്ല ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് നമുക്കൊരു ഹ്യൂമൻ ബീയിങ്ങിന് ഈസിലി അണ്ടർസ്റ്റാൻഡ് ആവുന്ന രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും സ്കാഡയ്ക്ക് സാധിക്കും. സോ ഏതൊരു പ്രശ്നമാണെങ്കിലും, ഇപ്പോൾ ഒരു ചെറിയ പൈപ്പ് ലൈനിൽ ഒരു ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യം വരെ സ്കാഡ അതിനെ അതിൻ്റെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുകയും അതിനെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുകയും ഇനി നമുക്ക് എപ്പോഴായാലും ഇപ്പോൾ ഈ ലീക്ക് ഉണ്ടായത് ഈ വർഷം ഒരു 10 വർഷം കഴിഞ്ഞാൽ പോലും ആ സ്കാഡയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് കൊല്ലം ലീക്ക് ഉണ്ടായത്, അന്ന് എത്രമാത്രം ലീക്ക് ഉണ്ടായി, ഏത് സമയത്താണ്, ഏത് ദിവസമാണ്, എന്ത് ചെയ്തപ്പോഴാണ് ലീക്ക് ഉണ്ടായത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്കാഡയ്ക്കകത്ത് ഉണ്ടാകും. പിന്നെ സ്കാഡയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാം, ഇപ്പോൾ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ യുനിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡോസ് ബേസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് പോലത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഏതൊരു ഇറസ്പെക്റ്റീവ് ഓഫ് പ്ലാറ്റ്ഫോം എന്ന് പറയുക, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തോ ആയിക്കോട്ടെ, സ്കാഡ ഏത് ഇതിലും റൺ ചെയ്യും. ഡോസും യുനിക്സും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്കാഡ. ഇനി എന്താണ് സ്കാഡയുടെ ഒബ്ജക്റ്റീവ്സ്? സോ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് മോണിറ്ററിങ്. സോ മോണിറ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി. അതായത് ഓരോ പാരാമീറ്റേഴ്സും, വോൾട്ടേജ് ആകാം, കറണ്ട് ആകാം, ഫ്ലോ ആയിരിക്കാം, പ്രഷർ ആയിരിക്കാം, ടെമ്പറേച്ചർ ആയിരിക്കാം, അതൊരു ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആ പാരാമീറ്റേഴ്സിനെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മെഷർമെൻറ്റ് മോണിറ്റർ ചെയ്യുക മാത്രമല്ല, ചില പാരാമീറ്റേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. സോ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സിനെ മെഷർ ചെയ്യുക എന്നുള്ളത് സെൻസേഴ്സിൻ്റെ അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഡിവൈസസിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും. അവരത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതും സ്കാഡ ആയിരിക്കും. അതേപോലെ തന്നെ ഡേറ്റ അക്വിസിഷൻ, ഞാൻ പറഞ്ഞു ഈ ഓരോ തവണ നമുക്ക് കിട്ടുന്ന ഡേറ്റാസ് പാരാമീറ്റേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അക്വയർ ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുന്നത് സ്കാഡയാണ്. സോ ഫ്രീക്വൻറ്റ് അത് റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന RTUs ആവാം. അതെന്താണെന്നുള്ളത് നമ്മൾ ഇനി വരും ക്ലാസ്സിൽ വീഡിയോസിൽ നോക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ ഡേറ്റ ലോഗേഴ്സ് ഉണ്ട്. ഡേറ്റ ലോഗേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ്, അത്രയും ആണ് ഡേറ്റ ലോഗേഴ്സ് എന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഡേറ്റയെ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്. അതുപോലെ ഫേസർ ഡേറ്റ കോൺസെൻട്രേറ്റേഴ്സ് ഉണ്ട്. ഫേസർ ഡേറ്റ കോൺസെൻട്രേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടൈം സിങ്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. ഓരോ കിട്ടുന്ന ഡേറ്റകളെയൊക്കെ ടൈം അനുസരിച്ച് ക്രമീകരിച്ച് വെക്കുന്ന ഒരു ഡിവൈസ്, അതാണ് ഫേസർ ഡേറ്റ കോൺസെൻട്രേറ്റേഴ്സ്. സോ ഈ നമുക്ക് എവിടെ നിന്നൊക്കെ ഡേറ്റ കിട്ടുന്നു ആ ഡേറ്റയെല്ലാം കറക്റ്റായിട്ട് അക്വയർ ചെയ്യാൻ ഒരു സിസ്റ്റംസ് ഉണ്ടാവും. ഈ സിസ്റ്റംസ് അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നതും സ്കാഡയുടെ ഡ്യൂട്ടിയാണ്. അതുമാത്രമല്ല, ഇനി ഈ കിട്ടിയ ഡേറ്റയെ എങ്ങോട്ടെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇതിന് മുകളിലോട്ടൊരു ഹ്യൂമൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഹ്യൂമൻസിന് വേണ്ട രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും നമുക്ക് സ്കാഡയുടെ ഡ്യൂട്ടിയാണ്. അതായത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു ഡ്യൂട്ടി സ്കാഡയുടെയാണ്. ഏതൊക്കെ ഡേറ്റയാണോ നമുക്ക് വേണ്ടതെന്നുള്ളതിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് തരാനും അതേപോലെ ഈ പറഞ്ഞ പല സെൻറ്റേഴ്സിൽ നിന്ന് വരുന്ന ഡേറ്റ റിസീവ് ചെയ്യുക എന്നുള്ളതും സ്കാഡയുടെ ഡ്യൂട്ടിയാണ്. ഇനി ഇത് മാത്രമല്ല, ഈ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യുക മാത്രമല്ല, റിയൽ ടൈമായിട്ട് കൺട്രോൾ ചെയ്യുക. അതായത് അറ്റ് എ ടൈം PLCയുടെ ഓരോ സബ് യൂണിറ്റുകളെ കൺട്രോൾ ചെയ്തും ആ കൺട്രോളിങ് പ്രോസസ്സ് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും സ്കാഡയുടെ ഡ്യൂട്ടിയാണ്. പിന്നെ ഒബ്വിയസ്ലി ഓട്ടോമേഷനകത്ത് വരുന്നതും സ്കാഡയുടെ ഡ്യൂട്ടിയാണ്. അതിനെല്ലാം ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ സബ് യൂണിറ്റുകളിനകത്ത് എല്ലാം കൺട്രോളേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാം ഓവറോൾ കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യാനും അവരിൽ നിന്നുള്ള ഡേറ്റ അക്വയർ ചെയ്യാനും ഇതിന് വേണ്ട രീതിയിലുള്ള ആക്ഷൻസ് എടുത്തു എന്നുള്ള ഉറപ്പ് വരുത്താനും സ്കാഡയുടെ ഡ്യൂട്ടി ആയിരിക്കും. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാം. ഈ പറഞ്ഞ പോലെ ഡേറ്റ അക്വിസിഷൻ ഉണ്ട്, ഇൻഫോർമേഷൻ ഡിസ്പ്ലേ. ഈ കിട്ടുന്ന ഡേറ്റാസിനെ ആ സെയിം ടൈമിൽ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് സ്കാഡയുടെ ഫംഗ്ഷനാണ്. പിന്നെ സൂപ്പർവൈസറി കൺട്രോൾ, ഞാൻ പറഞ്ഞ പോലെ ഈ ഓരോ PLCകളെയും അതിൻ്റെ കീഴിലുള്ള ഓരോ യൂണിറ്റുകളെയും മൈക്രോ യൂണിറ്റ്സുകളാണെങ്കിൽ പോലും അവരെ വരെ സൂപ്പർവൈസ് ചെയ്യുന്നതും സ്കാഡയുടെ ഡ്യൂട്ടിയാണ്.
പിന്നെ അലാം പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഒരു വാർണിംഗ് അല്ല, നമ്മൾ ടൈമേഴ്സ് കൗണ്ടേഴ്സിനെ പറ്റി പഠിച്ചു. അപ്പോൾ ഡിലേ കൊടുക്കാനും അല്ലെങ്കിൽ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ അലാംസ് വേണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്രോസസ്സുകളുടെ കണ്ടീഷൻസ്, ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് SCADA ആയിരിക്കും. പിന്നെ ഇൻഫർമേഷൻ സ്റ്റോറേജ് ആൻഡ് റിപ്പോർട്ട്സ്. ഈ പറയുന്ന പോലെ ഓരോ സിസ്റ്റത്തിന് കിട്ടുന്ന ഡേറ്റയെ സ്റ്റോർ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു 2 കൊല്ലം കഴിഞ്ഞാലും അതിന് മുന്നത്തെ ഒരു 3 കൊല്ലം മുന്നത്തെ ഒരു ഡേറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് റിപ്പോർട്ടായിട്ട് ഡെയിലി റിപ്പോർട്ടോ മന്ത്ലി റിപ്പോർട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനനുസരിച്ച് തരേണ്ടതും SCADA ഡ്യൂട്ടിയാണ്. അതേപോലെ തന്നെ സീക്വൻസ് ഓഫ് ഇവൻ്റ് അക്വിസിഷൻ. ഓരോ ഇവൻറ്റ്സിനെ അത് സീക്വൻസ് ആയിട്ട്, അതായത് PLC 1ൻ്റെ കീഴിൽ വരുന്ന ഡേറ്റ അക്വയർ ചെയ്യുന്നത് മാത്രമല്ല അത് എന്ത് ഇവൻ്റ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം അതിനെ സേവ് ചെയ്യാൻ. അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും, എനിക്കിപ്പോൾ മന്ത്ലി റിപ്പോർട്ട് വേണം, അത് മന്ത്ലി ആയിട്ട് എടുക്കാം. ഡെയിലി റിപ്പോർട്ട് വേണം, ഓരോ ദിവസത്തെ റിപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓരോ സബ് യൂണിറ്റുകളിൽ ഇപ്പോൾ PLC 1ൻ്റെ മാത്രം റിപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെ. സോ ഇതിനെയാണ് ഈവൻ്റ് അക്വസിഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഡേറ്റ കാൽക്കുലേഷൻ. ഇതിൽ നിന്ന് എത്രമാത്രം കൺട്രോൾ വേണ്ടി വന്നു, അല്ലെങ്കിൽ എത്രമാത്രം കൺട്രോളിങ് നടന്നപ്പോഴാണ് അവിടെ നമുക്ക് വേണ്ട രീതിയിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടായത്, അതിന് എത്രമാത്രം എനർജി വേസ്റ്റേജ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് എത്ര ടൈം ലാഗ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ കാൽക്കുലേഷൻ നടത്തുന്നത് SCADA. പിന്നെ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് ഉണ്ട്. ആ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു PLC 1 PLC 2 നേരത്തെ കാണിച്ച ഡയഗ്രത്തിൽ ആ PLC 1 എന്നുള്ള ഒരു റിമോട്ട് ടെർമിനൽ യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരിടത്തിരിക്കുന്നത് റിമോട്ട് ടെർമിനൽ യൂണിറ്റ് ആണ്. ഈ ഒരു ടെർമിനൽ യൂണിറ്റുകളെ കൺട്രോൾ ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും SCADA ആയിരിക്കും. ഇനി അഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർവൈസറി കൺട്രോളും ഡേറ്റ അക്വിസിഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ്, ഇംപ്രൂവ്മെൻറ്റ് ഇൻ സർവീസ് ക്വാളിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഇപ്പോൾ 10 പ്രോസസ്സ് അറ്റ് എ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ 10 അടുത്ത് ഒരേ സമയം എത്തി ആ 10 പ്രോസസ്സും കറക്റ്റായിട്ടാണോ നടക്കുന്നത്, അതിൽ ഓരോ സെൻസറിൻ്റെ ഔട്ട്പുട്ടുകൾ നോക്കി PLCയുടെ കൺട്രോളിങ് നോക്കി ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. സോ അതേസമയം ഒരു SCADA പോലത്തെ ഒരു സോഫ്റ്റ്വെയറിനാണെന്നുണ്ടെങ്കിൽ 10 അല്ല 1000 സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ടത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ അവിടെ നമ്മളുടെ സർവീസ് ക്വാളിറ്റി കൂടുതലാണ്. നമുക്ക് ഹ്യൂമൻ ബീങ്സിനാകുമ്പോൾ എറർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോഫ്റ്റ്വെയർ ആകുമ്പോൾ നമുക്ക് എററിൻ്റെ റേറ്റ് നമുക്ക് വളരെ കുറവായിരിക്കും. പിന്നെ റിലയബിലിറ്റി, മറ്റൊരു വലിയ ഫാക്ടറാണ് റിലയബിൾ ആവുക എന്നുള്ളത്. സോ ഈ ഒരു SCADA സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്മൾ ഈ SCADA പ്ലസ് PLC ഇങ്ങനെയുള്ള സിസ്റ്റംസിൻ്റെ ഒരു കോമ്പിനേഷൻ ഓട്ടോമേഷൻ വന്നു കഴിയുമ്പോൾ അവിടെ റിലയബിലിറ്റി കൂടുതലായിരിക്കും. പിന്നെ പറയുന്ന പോലെ കണ്ടിന്യൂസ് മോണിറ്ററിങ് ആയിരിക്കും. ഇപ്പോൾ 24 hours റൺ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് 24 hours അവിടെ നിന്ന് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 24 hour നമുക്ക് പറ്റും, പക്ഷേ പിറ്റേ ദിവസം ഇതേപോലെ 24 hour നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധ്യമാവുന്നൊരു കാര്യമാവുന്നില്ല. സോ പക്ഷേ SCADA പോലത്തെ സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യുക, അവർ ഫാറ്റീഗോ അല്ലെങ്കിൽ അവർ ഹെക്റ്റിക് ആവുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ല. പിന്നെ റിയൽ ടൈം കൺട്രോൾ ആയിരിക്കും. അതായത് ഇപ്പോൾ കിട്ടുന്ന ഡേറ്റ അപ്പം തന്നെ അവർ അനലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യുക, അല്ലാണ്ട് മാറ്റി വെക്കുക. നമ്മൾക്കാകുമ്പോൾ ആ ഒരു ഹ്യൂമൻ ബീങ്സിനാകുമ്പോൾ ആ ഒരു പ്രശ്നം വരും, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള ചിന്തകൾ വരും. ഇങ്ങനത്തെ ഉള്ള സിസ്റ്റംസ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല ഓട്ടോമേഷന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺട്രോളിങ് സൂപ്പർവിഷനും നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ര സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ഷട്ട് ഡൗൺ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. സിസ്റ്റത്തെ മാത്രമല്ല അവിടെ ജോലി ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള ബീങ്സിനെ ലിവിങ് ആയിട്ടുള്ള ബീങ്സിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ റിമോട്ട് കൺട്രോൾ ആൻഡ് ഓപ്പറേഷൻ, അതായത് റിമോട്ട് യൂണിറ്റ്സിനെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഓപ്പറേഷൻസ് കറക്റ്റായിട്ടാണോ പോകുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാനും പറ്റും. ഈ പറഞ്ഞ പോലെ ഓപ്പറേഷനുള്ള ടൈമും അതേപോലെ അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റുകൾ, ഹ്യൂമൻ ബീങ്സ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന സമയം കൂടുതലായിരിക്കും, അവർക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ഇൻക്വയറി ചെയ്യുന്ന കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു സിസ്റ്റംസ് നമ്മൾ കുറച്ചുകൂടി ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് SCADA പോലത്തെ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ ഓപ്പറേഷൻ്റെ പ്രോസസ്സും കുറവായിരിക്കും. അതായത് നമ്മൾ ചെയ്യുന്ന നമ്പർ ഓഫ് ഓപ്പറേഷൻസിന് പകരം അവർക്ക് ചിലപ്പോൾ അതിൻ്റെ പകുതി മതി അറ്റ് എ ടൈം ചെയ്യാൻ. അതേപോലെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവായിരിക്കും. പിന്നെ എത്ര
സിസ്റ്റമാണ്, എത്ര ലാർജ് സിസ്റ്റം ആണെങ്കിൽ പോലും, അതിന് എത്ര കോംപ്ലിക്കേറ്റഡ് പാരാമീറ്റേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ അതിന് മോണിറ്റർ ചെയ്യാന്നുള്ളത് ഈസി ആയിരിക്കും. പിന്നെ റിയൽ ടൈം ഇൻഫർമേഷൻ ഓൺ ഡിമാൻഡ്. നമ്മൾ എപ്പോൾ യൂസറിന് ഡിമാൻഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എങ്ങനത്തെ എപ്പോഴത്തെ ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് ഡിമാൻഡിങ്ങിൽ അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മാൻ പവറിൻ്റെ റിഡക്ഷൻ ഉണ്ടാവുക, പിന്നെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള സർവീസ് ആയിരിക്കും. പിന്നെ ഫോൾട്ട് ഡിറ്റക്ഷനും ഫോൾട്ട് ലോക്കലൈസേഷനും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ചെറിയ സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോൾട്ടിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ കറക്റ്റായിട്ട് ലോക്കലൈസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ ഇങ്ങനത്തെയുള്ള സിസ്റ്റംസ് ആകുമ്പോൾ അവർക്ക് എത്ര മൈനർ ഫോൾട്ട് ആണെങ്കിൽ പോലും അതിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ ഈ പറഞ്ഞ കറക്റ്റായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കാനും ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള ടൈമും അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഡൗൺ ടൈമും അവിടെ കുറവായിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു യൂസേജ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡുകളിലാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ പറയുന്ന മേഖലകളിൽ ധാരാളം മേഖലകളിൽ സ്കാഡ സിസ്റ്റംസിനെ യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാണ് ഇലക്ട്രിക് പവർ ജനറേഷൻ. അതായത് ഇലക്ട്രിക് പവറിനെ ജനറേറ്റ് ചെയ്യുക. നമ്മളുടെ പവർ ഹൗസ് അല്ലെങ്കിൽ പവർ ഹൗസിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ ജനറേറ്റ് ചെയ്യാനും ട്രാൻസ്മിഷൻ നടത്താനും ഡിസ്ട്രിബ്യൂഷൻ നടത്താനും എല്ലാം അവിടെ സൂപ്പർവൈസറി കൺട്രോളായിട്ട് സ്കാഡാസിനെ യൂസ് ചെയ്യാറുണ്ട്. അതായത് അറ്റ് എ ടൈം എത്ര കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ അവിടെ നിന്ന് വരുന്ന ടർബൈൻസിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ പാരാമീറ്റേഴ്സിനെ ചെക്ക് ചെയ്യാൻ വരുന്ന വാട്ടറിൻ്റെ ഫോഴ്സ് ഉൾപ്പെടെ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന കറണ്ടിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ അവിടെ എത്ര ലൈൻ വോൾട്ടേജ് ഉണ്ടായി, സർക്യൂട്ട് ബ്രേക്കറുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ അതിനെ സിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വേണ്ട ഒരു മാനുവലായിട്ട് എന്തൊക്കെ പവർ ജനറേഷൻ സ്റ്റേഷനിൽ ചെയ്യണോ അതിനെല്ലാം, ജനറേഷനിൽ മാത്രമല്ല ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ മാനുവലായിട്ട് ചെയ്യുന്നു അതെല്ലാം ഇന്ന് സ്കാഡ ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റംസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പവർ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. പഴയ റിലേ ഉപയോഗിച്ചിട്ടുള്ള ഈ സിസ്റ്റം ഇപ്പോൾ സ്കാഡ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ PLC കൺട്രോൾഡ് ആയിട്ടുള്ള സിസ്റ്റംസ്. പിന്നെ അടുത്തതാണ് വാട്ടർ ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. സോ വാട്ടർ ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ ഈ പറയുന്ന പോലെ ഏത് ആപ്ലിക്കേഷനിലായാലും നമുക്ക് അവിടെ ഒരു കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ പാരാമീറ്റേഴ്സിനെല്ലാം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒത്തിരി അഡ്വാൻറ്റേജ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച ഓട്ടോമേഷൻ്റെ അഡ്വാൻറ്റേജസ്. സോ ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്നത് സ്കാഡ പോലത്തെ സിസ്റ്റമാണ്. അതായത് ഒരു വാട്ടർ ആൻഡ് സീവേജ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ സ്റ്റേറ്റ് വാട്ടർ പ്ലാന്റ് ആയിക്കോട്ടെ, മുനിസിപ്പൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം അതിൻ്റെ വാട്ടറിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാൻ, റിസർവോയറിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ, പ്രഷറുകൾ നോക്കാൻ, അതേപോലെ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അത് എത്രമാത്രം പ്യൂരിറ്റി അച്ചീവ്ഡായി, അത് കുടിക്കാൻ യോഗ്യതയുള്ള വാട്ടർ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ നമുക്ക് സ്കാഡ സിസ്റ്റംസ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിനകത്ത്, ബിൽഡിങ്സിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ ഹൈ വോൾട്ടേജ് AC ഇങ്ങനെയുള്ള, അതായത് നമുക്ക് ഹ്യൂമൻ ബീയിങ്ങിന് ചിലപ്പോൾ നേരിട്ട് നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത മേഖലകളിൽ ഇപ്പോൾ ഹൈ വോൾട്ടേജ് AC ആയാലും റെഫ്രിജറേഷൻ യൂണിറ്റ് ആയിട്ട് ലൈറ്റ്നിങ് ആൻഡ് എൻട്രി സിസ്റ്റംസ് ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കാഡ പോലത്തെ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് എടുത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ അടിച്ചു കൊടുത്താൽ തന്നെ ഏതെങ്കിലും മാനുഫാക്ചറിങ് യൂണിറ്റുകൾ സ്കാഡ അടിച്ചു കൊടുത്താൽ തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് കാണാം. അവിടെ ഏറ്റവും ചെറിയ പ്രോസസ്സ് മുതൽ ഹൈ ലെവൽ പ്രോസസ്സ് വരെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ സ്കാഡ സിസ്റ്റത്തിനെ ഉപയോഗിക്കാറുണ്ട്. സോ മെയിൻലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റോബോട്ട്സ് ഉണ്ടാവും, പലതരത്തിലുള്ള പ്രോസസ്സർ ഉണ്ടാവും. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് സ്കാഡ സിസ്റ്റത്തിനെ യൂസ് ചെയ്യാം. പിന്നെ മാസ് ട്രാൻസിറ്റ് ആയിട്ട് നമ്മൾക്ക് അത്ര പരിചയമില്ലാത്ത ട്രാൻസിറ്റാണ് സബ്വേസും ട്രാൻസ് ആൻഡ് ട്രോളി ബസ്സസ്. സോ ട്രാൻസ് ആൻഡ് ട്രോളി ബസ്സസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ കൊൽക്കത്തയിലുണ്ട് ട്രാൻസ് ആൻഡ് ട്രോളി ബസ്സസ്. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ഒരു മാസ് ട്രാൻസിറ്റ് ആയിട്ടുള്ള മെത്തേഡ്സാണിത്. സോ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അത് ഹ്യൂമൻ കൺട്രോൾ വേണ്ട ആവശ്യമില്ല, സ്കാഡ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യുക. അതുപോലെ ട്രാഫിക് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ, അതേപോലെ ഓരോ ടൈമിലും ട്രെയിനിൻ്റെ ലൊക്കേഷനെ ട്രാക്ക് ചെയ്യാനും, അതേപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് ട്രെയിനിൻ്റെ ലൊക്കേഷൻ മിസ്സായി കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് റീലൊക്കേറ്റ് ചെയ്യാനും, ട്രെയിനിനെ മാത്രമല്ല ബസ് അല്ലെങ്കിൽ എയർ നാവിഗേഷൻ സിസ്റ്റത്തിൽ ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കാഡ സിസ്റ്റംസാണ്. പിന്നെ ഈ പറഞ്ഞ ട്രാഫിക് സിഗ്നൽ സ്കാഡ ഉപയോഗിച്ചിട്ട് എത്ര ഹെവി ട്രാഫിക് ഉള്ള റീജിയൻ ആണെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും.
പിന്നെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. കാര്യം ഈ പറയുന്ന പോലെ ഒരു എന്തെങ്കിലും ഒരു പുറമേ നിന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മഴയുണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടിമിന്നലുണ്ടായി, ഇതൊക്കെ കഴിയുമ്പോൾ പല സെർവറും അല്ലെങ്കിൽ നെറ്റ്വർക്കോ നോഡുകളിലൊക്കെ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. സോ ഇതിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ, ഡിറ്റക്ട് ചെയ്യാനൊക്കെ നമുക്ക് SCADA സിസ്റ്റംസിനെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു SCADA. SCADA എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡേറ്റ അക്വസിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിരുന്നു. ഇനി ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർവൈസറി കൺട്രോൾ, ഒരു വലിയ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പല സബ് യൂണിറ്റുകളുടെ പ്രോസസ്സുകളെയും അല്ലെങ്കിൽ ഓരോ സബ് യൂണിറ്റുകളുടെ ഫംഗ്ഷനെ സൂപ്പർവൈസ് ചെയ്യാനും, ഈ സൂപ്പർവൈസ് ചെയ്യുക മാത്രമല്ല അതിനെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുക, ഡേറ്റ പിന്നെ അതിൽ നിന്നുള്ള ഡേറ്റാസിനെ അത് ടൈം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകളുടെ സെപ്പറേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക എന്നുള്ളതായിരുന്നു, സ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു SCADAയുടെ ഒബ്ജക്റ്റീവ്സ്. ഇനി അതിൻ്റെ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ് യൂണിറ്റുകളെയും മോണിറ്റർ ചെയ്യുക, അതേപോലെ മോണിറ്റർ ചെയ്തിട്ട് അവരുടെ പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റായിട്ട് അക്വയർ ചെയ്യുക. ഇതിന് ഓരോ പാരാമീറ്റർ വേരിയേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വേണ്ട നെസസറി മെഷേഴ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. ഇനി ഒരു യൂസറിന് എങ്ങനെയൊക്കെ ഡേറ്റ വേണോ ആ രീതിയിൽ റിട്രീവ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് SCADA ഫങ്ഷൻസ്. പിന്നെ നമ്മൾ നോക്കിയത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ആപ്ലിക്കേഷൻസ് നോക്കിയപ്പോൾ നമുക്കറിയാം മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് SCADA. അതേപോലെ തന്നെ നമുക്ക് മാസ് ആയിട്ടുള്ള ട്രാൻസിറ്റ് മീഡിയാസിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ, പ്രൊഡക്ഷൻ, ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ n നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഫീൽഡാണ് SCADA സിസ്റ്റംസ്. ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ പറ്റി ഇതുവരെ പ്രീവിയസ് ഇയറിലായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. അതിൻ്റെ കോമ്പണൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അത് അതിൻ്റെ ആർക്കിടെക്ചർ പോർഷൻ വരുന്നത്, അത് അടുത്ത വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് 2 അസൈൻമെൻറ്റ് ഞാൻ തരാണ്. എന്താണ് SCADAയുടെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതും അതേപോലെ തന്നെ SCADAയുടെ ആപ്ലിക്കേഷൻസ്, SCADA എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താ, ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്തുള്ള അസൈൻമെൻറ്റ്. സോ ഇതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മധുചന്ദ്ര മിത്ത ആൻഡ് സമർജിത് സെൻ ഗുപ്ത ടെക്സ്റ്റ് തന്നെയാണ്, പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓട്ടോമേഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. സോ ഈ ടെക്സ്റ്റ് ഒക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ക്വയറീസ് ഈ ഒരു മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുന്നുള്ള മൊഡ്യൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വയറീസ് എൻ്റെ ഒഫീഷ്യൽ മെയിലിലായ kavya.ramesh@gmail.com മെയിൽ ചെയ്യാം. താങ്ക് യു.